ഇന്ന് നമ്മൾ പറയുന്നത് എന്തിനാ എപ്പോഴും മറ്റേ ഫോണും വെച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ ഫോണിലൂടെ സൈലൻ്റായി വിപ്ലവം നടക്കണം. ആ കുട്ടികൾക്ക് അറിവ് കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ചോദിക്കും നമ്മുടെ പാരമ്പര്യത്തെപ്പറ്റി അറിയില്ല, നമ്മുടെ മുൻ നേതാക്കളെ പറ്റി അതൊന്നും ഇനി അറിയേണ്ട കാര്യമില്ല. നമ്മൾ ഒരു കാലത്ത് പുതിയ തലമുറയായിരുന്നു നമ്മളെപ്പറ്റി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. തലതെറിച്ച തലമുറ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പുതിയ തലമുറ കുട്ടികളെ ഭൂരിപക്ഷം വരും, നല്ലൊരു ശതമാനം വരും എനിക്ക് വലിയ ഇഷ്ടമാണ്. പിന്നെ എൻ്റെ മക്കളും ആ ഗണത്തിൽപ്പെടുന്നത്. അവർക്ക് ഇപ്പോൾ തന്നെ നമ്മൾ കുറ്റം പറഞ്ഞു, ഒരു പുതിയ മൊബൈൽ വാങ്ങിച്ചാൽ അതിനകത്തെ 90% ഫംഗ്ഷനും എനിക്കറിയത്തില്ല. ഞാൻ ആ പിള്ളേരിൽ നിന്ന് വേണം പഠിക്കാൻ. 10ാം ക്ലാസ് കഴിഞ്ഞൊരു കുട്ടിക്ക് പോലും അവൻ്റെ സ്വന്തം പേര് തെറ്റുകൂടാതെ എഴുതാൻ അറിയില്ല. എന്തൊരു വിദ്യാഭ്യാസം ഇത്? എല്ലാവരും ജയിപ്പിച്ചാൽ വിദ്യാഭ്യാസം പോകും, വിദ്യാഭ്യാസ നിലവാരം കൂടും. അല്ലാതെ നയിക്കുന്ന മന്ത്രി പോലും അക്ഷരം തെറ്റിയാണ് ഒരു ഫിഗർ വായിക്കാൻ പറ്റുന്നില്ല. പക്ഷേ പ്രൈവറ്റ് കോളേജിൽ എൻ്റെ മക്കളെ വിട്ട് നമ്മൾ പരമാവധി നല്ലപോലെ പഠിപ്പിക്കാൻ നോക്കും. കുറച്ചുകൂടി സാമ്പത്തികമുള്ളവർ എന്താ ചെയ്യുന്നത്? കേരളത്തിന് പുറത്തു വിടും. കുറച്ചുകൂടി ഉള്ളവർ ഇന്ത്യക്ക് പുറത്തൊന്ന് വിട്ട് പഠിപ്പിക്കുക. കാരണം പിള്ളേർ ഇവിടെ വരുമ്പോൾ നല്ല വിദ്യാഭ്യാസത്തോടെ വന്നു കഴിഞ്ഞാൽ ഇന്ന് ഇന്ത്യ എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞല്ലേ അനന്തമായ സാധ്യത. ഞാൻ മിക്കവാറും ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും പോയിട്ടുള്ള ആളാണ്. നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെ പോയി പല യൂണിവേഴ്സിറ്റികളിലും പോയാൽ, കുറേ കാലം മുമ്പ് ഞാൻ ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയിലെ ഒരു കോൺഫറൻസുമായിട്ട് ബന്ധപ്പെട്ട് പോയി. വളരെ കാം ക്വയറ്റ്. യൂണിവേഴ്സിറ്റി അകത്ത് നിന്ന് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ യൂണിവേഴ്സിറ്റി ചെന്നാൽ മുഴുവൻ വാൾ പോസ്റ്ററുകൾ, മുഴുവൻ കൊടികൾ, തോരണങ്ങൾ. ഇത് കാണുമ്പോൾ തന്നെ ഇതിനോടങ്ങ് വെറുപ്പാണ് തോന്നുന്നത്, വെറുപ്പ്. അപ്പം അതേസമയം മറ്റ് യൂണിവേഴ്സിറ്റികളിലേക്ക് ചെന്നാൽ ഇപ്പം തന്നെ നളന്ദ യൂണിവേഴ്സിറ്റി ഉണ്ട്. നളന്ദ യൂണിവേഴ്സിറ്റി ബീഹാറിലാണ്. എത്ര മനോഹരമായ കെട്ടിടമാണ്. ക്ലാസ് റൂംസൊക്കെ അതിനായിട്ട് ഡിസൈൻ ചെയ്ത ക്ലാസ് റൂം. അവിടെ കൊടിയില്ല, തോരണമില്ല, ഒന്നുമില്ല. സാധാരണ രീതി നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ മുന്നിൽ ചെല്ലുമ്പോൾ ഒരു കുടിൽ കാണും. 5-6 പേര് കഞ്ചാവൊക്കെ അടിച്ച് അവിടെ ഒരു കൊടിയും പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇത്തരം ഈ ലക്ഷണം കെട്ട ചില അവതാരങ്ങൾ കേരളത്തിൽ രാഷ്ട്രീയത്തിൽ വന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തെ തകർത്തുകൊണ്ടിരിക്കുക. പക്ഷേ നമുക്ക് ജനങ്ങളോട് പറയാൻ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ജനങ്ങളോട് പറയാൻ കൃത്യമായ ഒരു കാഴ്ചപ്പാട് വേണം. ഒരു BJP നേതാവും താങ്കൾ പറയുന്ന പോലെ ഒന്നും പറയുന്ന കേട്ടില്ല, പറയാൻ കഴിവുള്ള ആളുകളുണ്ടായിരിക്കാം. പക്ഷെ കൃത്യമായി എന്ത് ചെയ്യണം, എവിടെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്? അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ആദ്യത്തെ ചോദ്യം, ഇപ്പോൾ എന്നോട് പറഞ്ഞത് നമ്മുടെ ചെറുപ്പക്കാർ കേരളം വിട്ട് ഇന്ത്യ വിട്ട് പുറത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ സ്വയാശ്രയ കോളേജുകൾ വേണ്ട എന്ന് വിചാരിച്ചപ്പോഴേ തമിഴ്നാട്ടിലും അതുപോലെ തന്നെ കർണാടകത്തിലും 100 കണക്കിന് കോളേജുകൾ വന്നു. അവരെ കേരളീയനെ ഉപയോഗിച്ച് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കി. അപ്പോഴും നമ്മൾ സ്വാശ്രയ കോളേജ് വന്നില്ല. സ്വാശ്രയ കോളേജിനെതിരായിട്ട് നമ്മൾ സമരം നടത്തുകയായിരുന്നു. സ്വാശ്രയ കോളേജിനെതിരെ സമരം നടത്തിയ ആളാണ് ഈ അടുത്ത സമയത്ത് മരിച്ചുപോയ പുഷ്പൻ. പുഷ്പൻ്റെ കാര്യത്തിൽ നമുക്ക് സഹതാപമുണ്ട്. പക്ഷേ സ്വയാശ്രയ കോളേജിന് വേണ്ടിയാണ് ഈ മനുഷ്യനും വേറെ 3-4 പേരും മരിച്ചുപോയത്. സ്വയാശ്രയ കോളേജിന് വേണ്ടി സമരം നടത്തിയവർ തന്നെ സ്വയാശ്രയ കോളേജ് തുടങ്ങി. എത്ര വലിയൊരു ഹിപ്പോക്രസി, കപടനാട്യം. നമ്മുടെ രാഷ്ട്രീയക്കാരുടെ കപടനാട്യം വലിയൊരു പ്രശ്നമാണ്. കപടനാട്യം ഇല്ലാത്ത രാഷ്ട്രീയക്കാരെയാണ് കേരളത്തിന് ആവശ്യം. ഇപ്പോൾ താങ്കളുടെ വാക്കുകളിൽ ഞാൻ അതാണ് കാണുന്നത്. ആളുകളെ ഉൾക്കൊള്ളുക, എല്ലാവരെയും ഉൾക്കൊള്ളുക, പക്ഷേ രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഒന്നിച്ച് നിൽക്കുക. ഇപ്പം വിദ്യാഭ്യാസ രംഗത്ത് ഈ പറഞ്ഞതുപോലെ നമ്മൾ അടിയന്തരമായ ചില മാറ്റങ്ങൾ അനിവാര്യമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണയുള്ള ഒരു രാഷ്ട്രീയ നേതാവുടെ ആണ് താങ്കൾ. വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് എടുക്കാൻ കഴിയുന്ന ചില നടപടികളെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ഇതിപ്പോൾ പറയുമ്പോൾ പലപ്പോഴും അപാരമായ ഇതിപ്പോൾ വരുമ്പോൾ ആൾക്കാർ കൺട്രോൾ ചെയ്യും. ഈ രാഷ്ട്രീയ അതിപ്രസരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കോളേജിനകത്തുൾപ്പെടെ നിയന്ത്രിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. കാരണം പ്രൈവറ്റ് സ്കൂളുകൾ അല്ലെങ്കിൽ പ്രൈവറ്റ് കോളേജുകളിൽ ഈ സമരങ്ങളൊന്നും ബാധിക്കുന്നില്ല. ബാക്കി ഗവൺമെൻറ് സ്കൂളുകൾ രാവിലെ പോകും, ഒരു മണിക്കൂർ കഴിയുമ്പോൾ അതാ വരുന്നു ഒരു 5-6 പേര് സമരം, ക്ലാസ് വിടുന്നു. ഇതൊന്നും ആരും ശ്രദ്ധിക്കാതെ പോവുകയാണ്. എന്ന് വെച്ചാൽ ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്നവരൊന്നും നല്ല നിലയിൽ എത്തൂരുന്നല്ല. പക്ഷേ 1000-1 വരുന്നത്. 1000-ൽ ഒരു 500-ലധികം പിള്ളേർ നല്ല നിലയിൽ വരണം, അല്ലെങ്കിൽ 900-ന് പുറത്ത് വന്നോട്ടെ. പക്ഷെ ഇപ്പോൾ എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു രാഷ്ട്രീയ അതിപ്രസരം മൂലം കോളേജുകളിനകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വളരെയധികം മാനസിക വിഷമം ഉണ്ടാക്കുന്ന കാര്യം. ഇപ്പോൾ ഞാൻ എൻ്റെ പിള്ളേർ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഇന്ന കോളേജ് പഠിച്ചു, പ്രൈവറ്റ് കോളേജിൽ എൻ്റെ മക്കളെ വിട്ട് നമ്മൾ പരമാവധി നല്ലപോലെ പഠിപ്പിക്കാൻ നോക്കും. കുറച്ചുകൂടി സാമ്പത്തികമുള്ളവർ എന്താ ചെയ്യുന്നത്? കേരളത്തിന് പുറത്ത് വിടും. കുറച്ചുകൂടി ഉള്ളവർ ഇന്ത്യക്ക് പുറത്തൊന്ന് വിട്ട് പഠിപ്പിക്കുക. കാരണം പിള്ളേർ ഇവിടെ വരുമ്പോൾ നല്ല വിദ്യാഭ്യാസത്തോടെ വന്നു കഴിഞ്ഞാൽ ഇന്ന് ഇന്ത്യ എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞല്ലേ അനന്തമായ സാധ്യത. നമ്മൾ പഠിക്കുമ്പോൾ ഒരു ഡിഗ്രി എന്ന് വെച്ചാൽ 4 ഇതായിട്ടാണ് വരുന്നത്, BCom അല്ലെങ്കിൽ BA മറ്റേത്, ഇങ്ങനെ കുറച്ച് ഇത് മാത്രം. ഇന്ന് എനിക്കൊന്നും അറിയില്ല ഇന്നത്തെ കോഴ്സുകളെ പറ്റി. അത്രമാത്രം ഓപ്പർച്യൂണിറ്റീസ് കിടക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റുന്നു? ഇതിനുള്ള ഒരു സാധ്യത ഇവിടെ ഇല്ല. ഇപ്പോൾ AI കോഴ്സ് എന്ന് പറഞ്ഞ് ഇവിടെ നടക്കുന്നു.
അമേരിക്കയിൽ ഇതിൻ്റെ 4ാമത്തെ ജനറേഷൻ കഴിഞ്ഞു. അപ്പോൾ അവൻ ഇവിടുന്ന് പാസ്സായി അവന് ജോലി കിട്ടി. ഇതിവിടെ പാസ്സായി വരുമ്പോൾ ഈ ഇവിടെ കഴിഞ്ഞു, ഔട്ടായി. അപ്പം നമ്മൾ കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള ഇത് പറഞ്ഞു കൊടുക്കാൻ പോലും സംവിധാനമില്ല. അതായത് എന്താണ് കേരളത്തിലെ കുട്ടികൾക്ക് വേണ്ടത്, ഇതിനായി ഒരു ഗവൺമെൻറ് തന്നെ ഒരു സംഭവം കൊടുക്കുക, ഇന്ന ഇത് പേഴ്സ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന ജോലി കിട്ടും. അപ്പോൾ പഠിക്കേണ്ട ഒരു അറിവ് ഒരു കുട്ടിക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ആലോചിക്കും, ഇന്ന് കുട്ടികൾ എന്തെങ്കിലും സ്വയം പഠിച്ചു വരുന്നെങ്കിൽ അവർ സോഷ്യൽ മീഡിയയ്ക്ക് അകത്ത് പോയിട്ട് അറിവ് അതിലൂടെ ഉണ്ടാക്കിയിട്ട് ഇൻ്റർനെറ്റ് വന്നുകൊണ്ടാണ് ഇവർ പഠിച്ചു പോകുന്നത്. അല്ലാതെ കേരളത്തിലെ ഒരു കോളേജിലും ഉണ്ട്, കുറച്ച് ചില കോളേജുകളൊക്കെ ഉണ്ടായിരിക്കും. ഇതിൽ കേരളം വിട്ട് സാറ് നേരത്തെ പറഞ്ഞു തരിക, മറ്റ് സംസ്ഥാനങ്ങളിലെ കോളേജിൽ പോയി കണ്ടു കഴിയുമ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോവാണ്. കോളേജിൻ്റെ അന്തരീക്ഷം തന്നെ, ആ ക്ലാസ് റൂം പോലും അവിശ്വസനീയം. കുട്ടികൾക്ക് അവർക്ക് ക്ലാസ്സിൽ പോകാൻ താല്പര്യമാണ്. കാരണം കോളേജിൽ പോയി നിൽക്കുക, ഒന്ന് പഠിക്കുക, ഫ്രണ്ട്സിൻ്റെ കൂടെ അതിനകത്ത് കിടക്കുക, അതിനകത്ത് ഹാങ് ഔട്ട് ചെയ്യാനായിട്ട് ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റ്സ് കിട്ടി, ഇതൊക്കെ കുട്ടികൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ആൾക്കാർ പിന്നെ അവിടെ പോകുന്ന ചായയും കാപ്പിയും കുടിക്കാൻ അതെല്ലാം ഇതിൻ്റെ ഭാഗമാക്കി കൊടുക്കണം. കാരണം പുതിയ തലമുറ, നമ്മൾ ജനിച്ച കാലത്ത് ടി വി ഇല്ല, അത് കഴിഞ്ഞ് ദൂരദർശൻ വന്നു, അതും കഴിഞ്ഞിട്ട് അതിൽ തന്നെ പ്രൈവറ്റ് ചാനൽസ് വരുന്നു. അപ്പം നമ്മളിങ്ങനെ കണ്ട് വരിക. അപ്പോൾ നമ്മുടെ മാതാക്കൾ എപ്പോഴും ടി വിയുടെ മൂപ്പിടി അങ്ങോട്ട് പോയി തുറയുന്നുണ്ടെന്ന് പറയും. ഇന്ന് നമ്മൾ പറയുന്നുണ്ട് എന്തിനാ എപ്പോഴും മറ്റേ ഫോണും വെച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ഫോണിലൂടെ സൈലൻ്റായി വിപ്ലവം നടക്കണം, ആ കുട്ടികൾക്ക് അറിവ് കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ചോദിക്കും, നമ്മുടെ പാരമ്പര്യത്തെപ്പറ്റി അറിയില്ല, നമ്മുടെ മുൻ നേതാക്കളെ പറ്റി അതൊന്നും ഇനി അറിയേണ്ട കാര്യമില്ല. ലൈഫിൽ സക്സസ്ഫുൾ ആവാനുള്ള കാര്യങ്ങൾ ഇതിനകത്തൊരു കിട്ടുന്നുണ്ട്, ബാക്കി അറിവ് നമ്മൾ കുറച്ച് പറഞ്ഞു കൊടുക്കുക. അതുകൊണ്ട് ഈ കുട്ടികളെ നമ്മൾ ഒന്നാമത്തെ കാര്യം ഞാൻ എപ്പോഴും പറയും, ഈ ന്യൂ ജനറേഷൻ കുട്ടികളെ പറ്റി വളരെ പൊതുവെ മോശമായിട്ടൊരു അവരങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാൻ അല്ല, നമ്മളൊരു കാലത്ത് പുതിയ തലമുറയായിരുന്നു, നമ്മളെപ്പറ്റി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്, തലതെറിച്ച തലമുറ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പുതിയ തലമുറ കുട്ടികളെ ഭൂരിപക്ഷം വരും, നല്ലൊരു ശതമാനം വരും എനിക്ക് വലിയ ഇഷ്ടമാണ്. പിന്നെ എൻ്റെ മക്കളും ആ ഗണത്തിൽപ്പെടുന്നത്. അവർക്ക് ഇപ്പോൾ തന്നെ നമ്മൾ കുറ്റം പറഞ്ഞു, ഒരു പുതിയ മൊബൈൽ വാങ്ങിച്ചാൽ അതിനകത്തെ 90% ഫംഗ്ഷനും എനിക്കറിയത്തില്ല, ഞാൻ ആ പിള്ളേരിൽ നിന്ന് വേണം പഠിക്കാൻ. അപ്പോൾ അവർക്കും അവരെ നമ്മൾ നല്ല പോലെ അതായത് അവരെ അക്സെപ്റ്റ് ചെയ്യുക, നമ്മൾ അവരോട് സ്നേഹം കൊടുക്കുക. എക്സലൻ്റ് തലമുറ തന്നെയാണ് ഈ പുതിയ തലമുറ. പക്ഷെ നമ്മൾ അവരുടെ ഒപ്പം പോകണം, അവരുടെ നിരന്തരം കുറ്റം പറയാതിരിക്കുക. അവരെപ്പറ്റി അവരുടെ ഡ്രസ്സിങ് പ്രശ്നമാണ്, അവരെന്ത് ചെയ്താലും ഇന്നൊരു പരാതിയാണ്. അതുകൊണ്ട് പുതിയ തലമുറയ്ക്ക് വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ അവരെ നമ്മൾ ചേർത്ത് പിടിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ, ഒന്നാമത് ഇന്ത്യയിൽ 35 വയസ്സിന് താഴെയുള്ളവരാണ് 65% ആൾക്കാർ. അതിൽ ഈ താഴെ പ്രായമുള്ളവരുണ്ട്, 20 വയസ്സിന് താഴെയുള്ളവർ. അവരാണ് നാളെ ഈ ഭാരതത്തിനെ നയിക്കേണ്ടവർ. അപ്പോൾ ഇന്ന് ഈ ഭൂമിയുടെ കസ്റ്റോഡിയൻസ് നമ്മളാണ്. പണ്ട് ആരോ ചെയ്തു വെച്ച ഗുണങ്ങളാണ് നമ്മളെന്ന് അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഈ തലമുറയ്ക്ക് നാളെ എന്ത് വേണമെന്നുള്ളത് നോക്കി അവരെ നയിക്കേണ്ട ഒരു കടമ നമ്മളിലുണ്ട്. ബിക്കോസ് നമ്മൾ ഈ ഭൂമിയുടെ ഇപ്പോഴത്തെ കസ്റ്റോഡിയൻസ് ആയതുകൊണ്ട്. അതുകൊണ്ട് ആ പുതിയ തലമുറയെ ഏറ്റവും നല്ല രീതിയിൽ വാർത്തു കൊണ്ടുവരാനുള്ള വിദ്യാഭ്യാസപരമായും മാനസികപരമായും ഉല്ലാസപരമായുള്ള കാര്യങ്ങൾ കൊടുത്തു കൊണ്ടുവന്നാൽ ഇന്ന് നമ്മുടെ ഭാരതം, പുതിയ ഭാരതം എന്ന് പറയും, ഇതൊരു സൂപ്പർ ഭാരതമായി മാറി ലോകത്തെ നമ്പർ 1 രാജ്യമായി മാറാൻ ഒരു 15 വർഷം മതിയാവും. ഭാരതമായിരിക്കും നമ്പർ 1. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിന് മാത്രം വരുന്നതിൻ്റെ ഒപ്പം അവർക്ക് വേണ്ട മാനസിക ഉല്ലാസത്തിനുള്ള സംഭവങ്ങൾ ചെയ്തു കൊടുക്കണം. നല്ലൊരു ഭാരതം, നല്ലൊരു കേരളം നമുക്കുണ്ടാക്കാം. ഞാൻ 30 കൊല്ലം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ച ഒരാളാണ്. ഞാൻ ജോലി പ്രവേശിക്കുന്നത് ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിലാണ്. ഞാൻ ജോയിൻ ചെയ്യാൻ ചെന്ന ദിവസം കോളേജിൽ സമരമാണ്. പിറ്റേ ദിവസം ചെന്നപ്പോഴറിയുന്നത് കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചു. അങ്ങനെ ഒരു 10-20 ദിവസം പോയി, പിന്നെയും കോളേജ് തുറക്കുന്നു, അനിശ്ചിതകാലത്തേക്ക് അടയ്ക്കുന്നു. ഏതാണ്ട് ഒരു വർഷം എല്ലാം കൂടെ ക്ലാസ്സിൽ പോകാൻ കിട്ടിയത് ഒരു 40-50 ദിവസത്തിന് താഴെയാണ്. എൻ്റെ അനുഭവമാണ് ഈ പറയുന്നത്. ദിവസവും അവിടെ സമരമായി. ഇത് കേരളത്തിലെ ഒരു കോളേജല്ല, അവിടെ കുറച്ച് സമരം കൂടുതലുള്ള കോളേജാണെന്ന് വിചാരിച്ചിട്ട്. അതേസമയം ഞാൻ ആ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം പിന്നീട് കോന്നിയിൽ ഒരു സെൽഫ് ഫിനാൻസ് കോളേജിൽ വന്ന് ചേർന്നു. അവിടെ കുട്ടികൾ ഫീസ് കൊടുത്ത് പഠിക്കുന്ന കുട്ടികളാണ്. NSS കോളേജ് എന്ന് പറഞ്ഞ കോളേജിൻ്റെ പ്രിൻസിപ്പലായിട്ട് ചേർന്നു. അവിടെ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. സെൽഫ് ഫിനാൻസ് കോളേജാണ്, വലിയ മതിൽക്കെട്ടുണ്ട്, അനാവശ്യമായ ഒരു സമരവും അവിടെ ഇല്ല. ഈ കുട്ടികൾ ഫീസ് കൊടുക്കുന്നുണ്ട്, രക്ഷകർത്താക്കളും ഇക്കാര്യത്തിൽ വളരെ സീരിയസ് ആണ്. അവർ വരുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. മിക്കവാറും രക്ഷകർത്താക്കളൊക്കെ നമ്മളെ ഫോൺ ചെയ്ത് മകൻ്റെ അല്ലെങ്കിൽ മകളുടെ വിദ്യാഭ്യാസം എങ്ങനെയൊന്നും ചോദിക്കാറുണ്ട്. ഫോൺ ചെയ്താൽ അവർ വരാറുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ ഗ്രസിച്ചിരിക്കുന്ന ഒരു ശാപം എന്ന് പറയുന്നത് രാഷ്ട്രീയമാണ്. 100%. എത്ര കൊലപാതകങ്ങളാണ് നമ്മുടെ കോളേജുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് നടന്നത്. എനിക്ക് തോന്നുന്നൊരു ഒരു ഒരു കോളേജ് അധ്യാപകനായിരുന്ന ഒരാളെന്നുള്ളതിൻ്റെ എൻ്റെ കൃത്യമായ വിശ്വാസം, കേരളത്തിലെ സ്കൂളുകളിലും കോളേജുകളിലും സർവകലാശാലകളിലുമൊക്കെ രാഷ്ട്രീയം നിർദാക്ഷിണ്യം നിരോധിക്കണം. അതിൻ്റെ ആവശ്യമില്ല. എന്തിനാണ് രാഷ്ട്രീയം ഇവിടെ?
അവർ പോവുക, പഠിക്കുക, ഏതെങ്കിലും മാർഗത്തിൽ എത്തിച്ചേരാതെ രാഷ്ട്രീയം നിരോധിക്കാത്തിടത്തോളം കാലം നമ്മുടെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം അല്ലെങ്കിൽ സ്കൂൾ വിദ്യാഭ്യാസവും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ നിരീക്ഷണം. പക്ഷേ ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയായ സെലിബ്രിറ്റിയാണ്, ഒരു രാഷ്ട്രീയ നേതാവും കൂടിയാണ്. വളരെ വ്യത്യസ്തമായ അഭിപ്രായമാണ് കൃഷ്ണകുമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാധാരണ ഒരു രാഷ്ട്രീയ നേതാവ് പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ് പറയുന്നത്. ഈ ഒരു അഭിപ്രായത്തോടെ എന്താണ് അങ്ങയുടെ പ്രതികരണം? ഇപ്പം 100 പഠിത്തമുള്ളവർ എടുക്കുക, 100 പഠിക്കാത്തവർ എടുക്കുക. 100 പഠിച്ചവരിൽ 90% പേരും നല്ല സ്ഥലങ്ങളിലെത്തിയിട്ടുണ്ട്. 10% പേര് തലയിലെഴുത്ത് കൊണ്ടോ കയ്യിലിരിപ്പ് കൊണ്ടോ പാളിപ്പോയവരാണ്. പക്ഷേ പഠിക്കാത്ത 100 പേരെ എടുത്താൽ അതിൽ 10 പേര് പല സ്ഥലങ്ങളിലും കയറി ഷൈൻ ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ രാഷ്ട്രീയം മരിക്കുക വേറെ എവിടെയില്ല. ഈ 10 പേരെ കണ്ടുകൊണ്ട് ബാക്കി 90-നെ കാണുന്നില്ല. ഈ 90 പേര് വഴിയാധാരമായി നിൽക്കുകയാണ്. സർവ്വ ക്രിമിനൽ ആക്ടിവിറ്റിയും മറ്റേലൊക്കെ ചെന്ന് ഈ 90 പേരാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കും, ഈ 10 ജയിച്ച് നിൽക്കുന്നവരെ കാണരുത്. പഠിച്ചാൽ വരുന്ന വ്യത്യാസം വെച്ചാൽ 90% പേർക്കും നല്ല നിലയിലെത്തും. പണ്ട് പറയില്ല, വിദ്യാധനം സർവ്വധനാൽ പ്രധാനം. അത് അച്ചട്ടാണ്. കാരണം ഇപ്പോൾ സിനിമയിൽ വന്നോളൂ, നിങ്ങൾ രാഷ്ട്രീയത്തിൽ പോകൂ, എവിടെ വേണം പൊക്കോളൂ, വിദ്യാഭ്യാസം നേടിയിട്ട് പോകും. അവിടെ ഫെയിലായാലും നിങ്ങൾ വേറെടുത്ത സ്ഥലത്ത് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടും. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, വിദ്യാഭ്യാസം നമ്മൾ കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ മക്കൾക്ക് അതിനുള്ള അറിവ് കൊടുത്തിരിക്കണം. പുതിയ തലമുറയ്ക്ക് ഏറ്റവും അത്യാവശ്യം വിദ്യാഭ്യാസം തന്നെ. അത് ഇന്നത് വേണമെന്നില്ല, എവിടെ ചെന്നാലും സർവൈവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, വിദ്യാഭ്യാസത്തിന് സർവ്വ പ്രാധാന്യവും കൊടുക്കണം. അല്ല, വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ച ഒരാളെന്നുള്ളതിൽ എന്നെ ദുഃഖിപ്പിക്കുന്നൊരു കാര്യം, ഇടയ്ക്ക് പറഞ്ഞത് ഒന്നുകൂടി എൻ്റെ. അതുകൊണ്ട് വിദ്യയാണ്, ഈ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പോകുന്നത് വിദ്യ നേടാനാണ്. അവിടെ സമരം ചെയ്ത് കൊലപാതകവും കലഹത്തിലോട്ടും പോകാനല്ല. അതുകൊണ്ട് ചേട്ടൻ പറഞ്ഞുകൊണ്ട് പൂർണ്ണമായി യോജിക്കുകയാണ്. 100% കലാലയ രാഷ്ട്രീയം അവസാനിപ്പിക്കണം. ഇത് അക്രമ രാഷ്ട്രീയമാണ്. ഇതൊരിക്കലും സമാധാനത്തിലോട്ടല്ല പോകുന്നത്. പഠിക്കാനാണെങ്കിൽ ഇത് നിരോധിച്ചാലേ പറ്റത്തുള്ളൂ. അല്ല, കാരണം നമുക്ക് വേണ്ടത് ഇൻ്റലക്ച്വലായ മന്ത്രിമാരെയും MLA-മാരെയുമാണ്. ബസ്സിന് കല്ലെറിഞ്ഞവന്, അല്ലെങ്കിൽ പെൺകുട്ടികളോട് മോശമായി പെരുമാറിയാൻ, മാനഭംഗം നടത്താൻ ശ്രമിച്ചവന്, കൊലപാതക കേസിലെ പ്രതി, ഇവരൊന്നും അല്ല നമ്മുടെ സംസ്ഥാനത്തെ രാഷ്ട്രീയ നേതാക്കന്മാരാകേണ്ടത്. നമ്മുടെ നേതാക്കന്മാരാകേണ്ടത് വിദ്യാഭ്യാസമുള്ള സംസ്കൃത ചിത്തരായ നല്ല ഒന്നാന്തര ചെറുപ്പക്കാർ. അവരിവിടെ ഉണ്ട്, അവർക്ക് വളരാൻ അവസരമില്ല. ക്രിമിനലുകൾക്ക് ഇഷ്ടം പോലെ അവസരവും. അതിനവസരം ഒരുക്കുന്നത് നമ്മുടെ കലാലയ രാഷ്ട്രീയമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, 10ാം ക്ലാസ് കഴിഞ്ഞൊരു കുട്ടിക്ക് പോലും അവൻ്റെ സ്വന്തം പേര് തെറ്റുകൂടാതെ എഴുതാൻ അറിയില്ല. എന്തൊരു വിദ്യാഭ്യാസം ഇത്? എല്ലാവരും ജയിപ്പിച്ചാൽ വിദ്യാഭ്യാസം പോകുമോ? വിദ്യാഭ്യാസ നിലവാരം കൂടുമോ? അല്ലാതെ നയിക്കുന്ന മന്ത്രിക്ക് പോലും അക്ഷരം തെറ്റിയാണ് ഒരു ഫിഗർ വായിക്കാൻ പറ്റുന്നില്ല. ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായിട്ടൊന്നും തേജോധം ചെയ്യുന്നതല്ല, ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നം കൊണ്ടായിരിക്കാം. പക്ഷെ നമ്മളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മളെ ആര് നയിക്കുന്നു, അത് വലിയ പ്രധാന ഒരു ഘടകമാണ്. ഞാൻ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മാതാപിതാക്കൾ ഇങ്ങനെ നോക്കുന്ന വെച്ചാൽ അവരാണ് നമ്മളെ നയിച്ചു കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ അധ്യാപകർ, അത് കഴിഞ്ഞ് രാഷ്ട്രീയ നേതാക്കൾ. അപ്പം നമ്മളെ ആര് നയിക്കുന്നു, അവരിൽ നിന്നാണ് നമ്മളിലോട്ട് ഇത് വരുന്നത്. അതുകൊണ്ട് അങ്ങനെ കുട്ടികളാവുന്നുണ്ടെങ്കിൽ അതിനെ നയിക്കുന്നവരുടെയും തകരാറുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെ കേരളത്തിലെ 57-ലെ ജോസഫ് മുണ്ടശ്ശേരിക്ക് ശേഷം നല്ലൊരു വിദ്യാഭ്യാസ മന്ത്രി യഥാർത്ഥത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഗൗരവമായി എടുത്ത് പഠിച്ച ഒരു വിദ്യാഭ്യാസ മന്ത്രി വന്നതായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷേ കേരളത്തിൽ ഞാൻ കണ്ടതിൽ അല്പം ബഹുമാനിക്കാൻ കഴിയുന്ന, കൃത്യമായ കേരളത്തിലെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ധാരണയുള്ള, കൃത്യമായൊരു മാസ്റ്റർ പ്ലാൻ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരു മന്ത്രിയാണ് E.T. മുഹമ്മദ് ബഷീർ. ഞാൻ അദ്ദേഹത്തിനോട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൂടെ കൊണ്ട് പറയുകയാണ്, കൃത്യമായി നന്നായിട്ട് ധരിച്ചിട്ടുള്ളൊരു വിദ്യാഭ്യാസ മന്ത്രിയാണ്. ആർക്കും വേണ്ടാത്തൊരു വകുപ്പായിട്ട് വിദ്യാഭ്യാസം മാറി. വിദ്യാഭ്യാസ മന്ത്രിമാർ തന്നെ അപഹാസ്യരാകുന്നു. ആ സ്ഥിതിയിലാണ് പോകുന്നത്. അപ്പോൾ വിദ്യാഭ്യാസത്തിനെ സംബന്ധിച്ചിടത്തോളം നിലവിലെ ഈ സ്ഥിതിയിലാണ് കേരളം മുന്നോട്ട് പോകുന്നതെങ്കിൽ കൂടുതൽ പുറകോട്ട് പോകുമല്ലാതെ കേരളം മുന്നോട്ട് വരാനുള്ള സാധ്യതയില്ല. പിന്നെ പറഞ്ഞ നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ തള്ള നടത്താം. വിദ്യാഭ്യാസം ഞങ്ങൾ 100-ൽ 100 പേരും ജയിക്കുക, SSLCക്ക് ഇവിടെ മനോഹരമാണ്, +2 താണ്ട് എല്ലാവരും ജയിച്ചിരിക്കുന്നു എന്നൊക്കെ പറയാമെന്നുള്ളതല്ലാതെ ഒരു തലമുറയെ നശിപ്പിക്കുന്ന നമ്മുടെ വിദ്യാഭ്യാസം തന്നെയാണ്, കലാലയ രാഷ്ട്രീയമാണ്. എന്തായാലും താങ്കൾ അതുമായിട്ട് യോജിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. പൊതുവെ നമുക്ക് രണ്ടുപേർക്കും ഇക്കാര്യത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ കേരളം നേരിടുന്ന ഈ പ്രതിസന്ധിയെക്കുറിച്ചൊരു ആങ്സൈറ്റി ഉണ്ട്.